സർവ്വസ്രഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയിലെ അഴിമതികൾ. ഞാൻ ഈ ടൈറ്റിൽ പറയുമ്പോൾ ഈ ദൈവസഭ എന്ന് പറയുന്ന അന്നത്തെ പ്രബലമായിരുന്ന റോമൻ കത്തോലിക്ക സഭയിൽ അവർ ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ധാരാളം ദുരുപദേശങ്ങൾക്ക്, അതുപോലെ തന്നെ സഭയെ നടത്തേണ്ടുന്നവർ, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ അവരൊക്കെ അഴിമതിവൽക്കരിക്കപ്പെട്ട ആ ചരിത്രമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ നവീകരണം, റിഫോർമേഷൻ എന്നൊക്കെ നാം ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ റിഫോർമേഷൻ, നവീകരണത്തിന് വഴിതെളിച്ചതായ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ ഇപ്പോൾ ചിന്തിക്കാം. ഈ കാലഘട്ടത്തിൽ റോമൻ കത്തോലിക്ക സഭയിലെ പ്രധാന അഴിമതികളിൽ ഒന്നായിരുന്നു സിമണി. എന്താണ് ഈ സിമണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് പണം നൽകി സഭാസ്ഥാനമാനങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന ഈ രീതി അന്ന് വ്യാപകമായിരുന്നു. ബിഷപ്പുമാർ, കർദിനാൾമാർ തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങൾ പണമുള്ളവർക്ക് ലഭിച്ചിരുന്നത് ആത്മീയമായ യോഗ്യതകളെക്കാൾ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ നമ്മളൊരു ചൊല്ല് പറഞ്ഞു കേൾക്കാറുണ്ട്, പണത്തിനു മീതെ പരുന്തും പറക്കില്ല. അപ്പം അങ്ങനെ സഭയുടെ ആത്മീയമായ അടിത്തറയെ ദുർബലപ്പെടുത്തുകയും താല്പര്യമില്ലാത്തവരും കഴിവില്ലാത്തവരും സഭയുടെ നേതൃത്വത്തിലേക്ക് വരുവാൻ ഇത് കാരണമായി തീർന്നു. സഭയിലെ പുരോഹിതന്മാരുടെയും മറ്റ് അധികാരികളുടെയും ധാർമ്മികമായ അപജയം മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു. പല പുരോഹിതന്മാരും തങ്ങളുടെ വ്രതങ്ങൾ ലംഘിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തു. ലൈംഗികമായ ദുഷ്പ്രവൃത്തികൾ, മദ്യപാനം, ആഡംബര ജീവിതം എന്നിവ ഇവരുടെ ഇടയിൽ സർവ്വസാധാരണമായിരുന്നു. മാർപ്പാപ്പമാർ പോലും ഈ വിമർശനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. റോമൻ കത്തോലിക്ക സഭയിൽ കുപ്രസിദ്ധരായ ഒട്ടനവധി മാർപ്പാപ്പമാർ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതാനും ചില മാർപ്പാപ്പമാരെക്കുറിച്ച് അവർ ചെയ്ത മോശമായ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഒന്നാമതായി സ്റ്റെഫൻ ആറാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ, മുൻ മാർപ്പാപ്പ ഫോർമസിനോടുള്ള വ്യക്തിപരമായ വിദ്വേഷവും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഫോർമസ് മരിച്ച് 9 മാസത്തിന് ശേഷം അയാളുടെ ശരീരം കുഴിച്ചെടുത്ത് സിംഹാസനത്തിൽ ഇരുത്തി വിചാരണ നടത്തി. ഇതിന് കടാർ സിനോഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ അയാളുടെ പൗരോഹിത്യ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും, അതായത് മുൻ മാർപ്പാപ്പയോടുള്ള വൈരാഗ്യം കൊണ്ട് അയാളുടെ പൗരോഹിത്യ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും വലത് കൈയിലെ അനുഗ്രഹത്തിന്റെ 3 വിരലുകൾ വെട്ടിക്കളയുകയും ചെയ്തു. ഒടുവിൽ ഫോർമോസിന്റെ ശരീരം ടൈബർ നദിയിൽ എറിയപ്പെട്ടു. ഈ സംഭവം റോമിൽ വലിയ കലാപങ്ങൾക്ക് വഴിവെക്കുകയും പ്രക്ഷോഭകാരികൾ അയാളെ സ്ഥാനഭ്രഷ്ടനാക്കി, അതായത് ഈ മാർപ്പാപ്പയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും തടവിലാക്കുകയും പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊന്നതായിട്ടും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് ജോൺ 12 ലൈംഗിക അരാജകത്വം. അദ്ദേഹത്തിന് പ്രധാനമായും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ഒരു കുറ്റകൃത്യം അത് ലൈംഗിക അരാജകത്വമാണ്. അനേകം അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ സ്വന്തം കൊട്ടാരത്തെ അയാൾ ഒരു വേശ്യാലയമാക്കി മാറ്റിയിരിക്കുന്നതായി ആരോപണമുണ്ട്. തൻ്റെ എതിരാളികളെ അദ്ദേഹം കൊലപ്പെടുത്തുകയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തതായിട്ടും പറയപ്പെടുന്നു. അധികാരത്തിനു വേണ്ടി റോമിൽ നിരവധി സംഘർഷങ്ങൾക്ക് ഇത് കാരണമായി. മൂന്നാമതായി ബെനഡിക്ട് 9 ചരിത്രകാരന്മാർ വളരെ വിവാദപരമായ മാർപ്പാപ്പയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അയാളുടെ ഭരണകാലം ലൈംഗിക അരാജകത്വം, അഴിമതി, അക്രമം എന്നിവയിൽ നിറഞ്ഞതായിരുന്നു. ചെകുത്താന്റെ പോപ്പ് എന്നുപോലും ഇയാൾ അറിയപ്പെട്ടിരുന്നു. 3 തവണ പോപ്പ് പദവിയിലേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഓരോ തവണയും കൈക്കൂലി നൽകിയും പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ പദവിയിലെത്തിയത്. നാലാമതായി ബോണിഫേസ് 8
അദ്ദേഹത്തിന്റെ ഭരണകാലം തികച്ചും വിവാദപരവും അതിമോഹം നിറഞ്ഞതുമായിരുന്നു. മുൻ മാർപ്പാപ്പമാരെ പോലെ ലൈംഗിക അരാജകത്വത്തിന്റെ പേരിൽ അയാൾ കുപ്രസിദ്ധനായിരുന്നില്ല. പകരം അയാളുടെ പൈശാചികത അധികാരമോഹത്തിലും ക്രൂരമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലുമായിരുന്നു. ലോകത്തെ എല്ലാ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും മേൽ പോപ്പിനാണ് പരമാധികാരം എന്ന് അയാൾ വിശ്വസിച്ചു. യുനം സാങ്ക്ടം എന്ന പ്രസിദ്ധമായ ബുൾ, അതൊരു ഓർഡറാണ്, അത് പുറത്തിറക്കി. ഈ ആശയം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ഇത് ഫ്രാൻസിലെ രാജാവായ ഫിലിപ്പ് നാലാമനുമായി വലിയ ഒരു ഏറ്റുമുട്ടലിന് കാരണമായി. തന്റെ എതിരാളികളെ, പ്രത്യേകിച്ച് കൊലോണ കുടുംബത്തെ അടിച്ചമർത്താൻ അയാൾ ക്രൂരമായ വഴികൾ ഉപയോഗിച്ചു. ഈ കുടുംബത്തിലെ പലരെയും അയാൾ വേട്ടയാടി നശിപ്പിച്ചു. വീണ്ടും ക്ലെമന്റ് അഞ്ചാമൻ ഫ്രഞ്ച് രാജാവായ ഫിലിപ്പ് നാലാമന്റെ സമ്മർദ്ദത്തിനു വഴങ്ങി റോമിന് പുറത്ത് അവിഗോണിൽ പാപ്പൽ കൊട്ടാരം സ്ഥാപിച്ച ക്ലെമന്റ് അഞ്ചാമൻ ഫ്രഞ്ച് താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകി. അലക്സാണ്ടർ ആറാമൻ സ്വജനപക്ഷപാതത്തിനും ധാർമ്മികമായ ഭ്രംശനത്തിനും കുപ്രസിദ്ധനായിരുന്നു. തന്റെ മക്കളായ സീസർ ബോർജിയയ്ക്കും ലുക്രീസിയ ബോർജിയയ്ക്കും ഉയർന്ന സ്ഥാനങ്ങൾ നൽകുന്നതിൽ അയാൾ താൽപ്പര്യം കാണിച്ചു. കൊലപാതകം, ലൈംഗിക ആരോപണങ്ങൾ, രാഷ്ട്രീയപരമായ തന്ത്രങ്ങൾ എന്നിവയിൽ ബോർജിയ കുടുംബം കുപ്രസിദ്ധി നേടിയിരുന്നതായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഇവരൊന്നും സാധാരണ രീതിയിൽ വിവാഹം കഴിക്കാറില്ലല്ലോ. അത് ലാറ്ററൻ കൗൺസിലില് 1123 ഒന്നാമത്തെ ലാറ്ററൻ കൗൺസിലില് വിവാഹിതരായ പുരോഹിതന്മാരെ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ശരിക്ക് പുരോഹിതന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള വിവാഹം വിലക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായത്. പിന്നീട് ലാറ്ററൻ കൗൺസിൽ, രണ്ടാം ലാറ്ററൻ കൗൺസിലിൽ, അത് 1139 പുരോഹിതന്മാരുടെ വിവാഹങ്ങൾ അസാധുവായി പ്രഖ്യാപിച്ചു. അതായത് പുരോഹിതന്മാർ വിവാഹം കഴിച്ചാൽ അത് നിയമപരമായി സാധുവല്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ റോമൻ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ എന്നു മുതലാണ് വിവാഹം കഴിക്കുന്നത് നിർത്തിയത് എന്നുള്ള, അത് ചരിത്രത്തിൽ അതിനെല്ലാം റെക്കോർഡുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഏഴാമതായി ലിയോ പത്താമൻ. ലിയോ 10 കാലഘട്ടത്തിലാണ് വത്തിക്കാനിൽ നിരവധി പ്രശസ്തമായ ചിത്രങ്ങളും കലാസൃഷ്ടികളും ഉണ്ടായത്. എങ്കിലും അയാളുടെ ഭരണവും വലിയ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ലിയോ 10 അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറയുന്ന ചില കാര്യങ്ങൾ ധൂർത്തും ആഡംബരവും. ഒരു വലിയ കലാപ്രേമിയായിരുന്ന ലിയോ 10 വത്തിക്കാനെ ആഡംബരത്തിന്റെയും കലയുടെയും കേന്ദ്രമാക്കി മാറ്റി. എന്നാൽ ഇതിനായി അദ്ദേഹം അതിരുകടന്ന ധൂർത്താണ് നടത്തിയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇൻഡൾജൻസിന്റെ വിൽപ്പന. ഇൻഡൾജൻസ് എന്ന് പറഞ്ഞാൽ പാവവിമോചന ചീട്ടാണ്, പാവം മോചിപ്പിക്കാമെന്ന് പറയുന്ന ചീട്ട്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ വേണ്ടി ഇദ്ദേഹം ഇൻഡൾജൻസുകൾ എന്ന് പറഞ്ഞാൽ പാപമോചനത്തിനുള്ള രേഖകൾ, ചീട്ടുകൾ വിൽക്കുവാൻ തുടങ്ങി. പണം കൊടുത്താൽ പാപങ്ങൾക്ക് മോചനം ലഭിക്കുമെന്ന ഈ ആശയം റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മാർട്ടിൻ ലൂതറിന്റെ എതിർപ്പ്. ലിയോ 10 ഈ നടപടികൾ ജർമ്മനിയിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു. മാർട്ടിൻ ലൂതർ ഈ അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് കാരണമായി. ലൂതറിനെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ലിയോ 10 തീരുമാനം ഈ പിളർപ്പിന് ആക്കം കൂട്ടുകയും ചെയ്തു. തുടർന്ന് പോൾ മൂന്നാമൻ തന്റെ മകനായ പിയർ ലൂയിജി ഫാർണീസിന് ഉയർന്ന സ്ഥാനങ്ങൾ നൽകുകയും അയാളെ പിയാസെൻസയുടെ ഡൂക്കായി നിയമിക്കുകയും ചെയ്തു. അയാളുടെ പൗത്രന്മാരെ കർദിനാൾമാരായി നിയമിക്കുകയും ഇതെല്ലാം വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഇംഗ്ലണ്ടിലെ ഹെൻറി 8 സഭയിൽ നിന്ന് പുറത്താക്കിയത് ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. അത് വലിയ വിവാദമായ ഒരു കാര്യമാണ്. അതായത് ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി 8 റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് അദ്ദേഹം വേറിട്ടുപോയി ആംഗ്ലിക്കൻ ചർച്ച് സ്ഥാപിക്കാനുള്ള സാഹചര്യം ഈ കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. അതായത് ഹെൻറി 8 അതിന്റെ സാഹചര്യം ഇങ്ങനെയാണ്.
ഹെൻറി എട്ടാമൻ രാജാവ് തൻ്റെ ഭാര്യയായ കാതറിൻ അറഗോണിൽ നിന്ന് വിവാഹമോചനം നേടി ആൻ ബോളിനെ വിവാഹം കഴിക്കാൻ അനുമതി തേടി. മാർപ്പാപ്പയോട് ഒരു അനുവാദം ചോദിച്ചു. എന്നാൽ മാർപ്പാപ്പ ക്ലെമന്റ് ഏഴാമൻ ഇതിന് അനുമതി കൊടുത്തില്ല. ഇത് ഹെൻറിയെ വളരെയധികം കോപിപ്പിച്ചു. മാർപ്പാപ്പയുടെ അധികാരം ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വയം ഇംഗ്ലണ്ടിലെ സഭയുടെ തലവനായി പ്രഖ്യാപിച്ചു. അപ്പം ഇനി മാർപ്പാപ്പയുമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ 1534 ഹെൻറി എട്ടാമൻ ആക്ട് ഓഫ് സുപ്രീമസി എന്ന നിയമം പാസാക്കി. അതനുസരിച്ച് ഇംഗ്ലീഷ് സഭയുടെ പരമാധികാരി രാജാവ് മാർപ്പാപ്പയല്ല, താനായിരിക്കുമെന്ന് ഈ രാജാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ രൂപീകരണം. ഹെൻറി എട്ടാമൻ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വന്തമായി ഒരു സഭ സ്ഥാപിച്ചു. ഇത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ച് എന്നറിയപ്പെടുന്നു. സഭയുടെ തലവൻ മാർപ്പാപ്പയല്ല, പകരം ഇംഗ്ലണ്ടിലെ രാജാവോ രാജ്ഞിയോ ആയിരിക്കും. അത് രാജാവാകാം, രാജ്ഞിയാകാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളും ഉണ്ടായി. സഭയുടെ സ്വത്തുകൾ പിടിച്ചെടുക്കൽ. റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുണ്ടായിരുന്ന പള്ളികളും സന്യാസമഠങ്ങളും മറ്റു സ്വത്തുകളും ഹെൻറി എട്ടാമൻ പിടിച്ചെടുത്തു. കാരണം രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വായിക്ക് പിന്നെ എതിർവായില്ലല്ലോ. അങ്ങനെ ഈ സ്വത്തുകൾ വിറ്റഴിച്ചും ഭൂമി പാട്ടത്തിന് നൽകിയും അയാൾ രാജകീയ ഖജനാവിലേക്ക് വലിയൊരു തുക സ്വരൂപിച്ചു. ഇത് രാജാവിന്റെ സാമ്പത്തിക അധികാരം വർദ്ധിച്ചു വരുവാനിടയാക്കി. രാഷ്ട്രീയവും മതപരവുമായ ഭിന്നത. റോമൻ കത്തോലിക്ക സഭയുമായി ഹെൻറി എട്ടാമൻ അകന്ന് ഇംഗ്ലണ്ടിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ ഭിന്നതകൾക്ക് കാരണമായി. ഹെൻറിയുടെ പുതിയ നിയമനങ്ങളെ എതിർത്ത നിരവധി ആളുകളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ പ്രമുഖനായ ഒരാളാണ് തോമസ് മൂർ. തോമസ് മൂറിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. തോമസ് മൂർ ഒരു പുരോഹിതനോ ബിഷപ്പോ ഒന്നും ആയിരുന്നില്ല. തോമസ് മൂർ ഒരു പ്രമുഖ നിയമജ്ഞനും തത്വചിന്തകനും എഴുത്തുകാരനും ആയിരുന്നു. ഹെൻറി എട്ടാമന്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിലെ ലോർഡ് ചാൻസലർ എന്ന ഉന്നത പദവിയിലായിരുന്നു അദ്ദേഹം. തന്റെ വിശ്വാസങ്ങൾ കാരണം ഹെൻറി എട്ടാമൻ സ്ഥാപിച്ച ആംഗ്ലിക്കൻ സഭയെ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനാലാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ നിലപാട് കാരണം റോമൻ കത്തോലിക്ക സഭ പിന്നീട് അദ്ദേഹത്തെ തോമസ് മൂറിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് ജൂലിയസ് സെക്കൻഡ് മാർപ്പാപ്പയാണ്. ജൂലിയസ് സെക്കൻഡ്, ഇദ്ദേഹത്തെ യോദ്ധ മാർപ്പാപ്പ എന്നാണ് അറിയപ്പെടുന്നത്. ജൂലിയസ് രണ്ടാമൻ സഭയുടെ ലൗകികമായ അധികാരം ശക്തിപ്പെടുത്തുകയും പാപ്പൽ സ്റ്റേറ്റിന്റെ അതിർത്തിയിൽ വികസിപ്പിക്കുന്നതിന് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അയാൾ സൈനികപരമായ കാര്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. അതായത് ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു മാർപ്പാപ്പയായിട്ടാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ സിസ്റ്റീൻ ചാപ്പലിലെ ചിത്രീകരണവും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പുനർനിർമ്മാണവും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നടന്നത് എന്ന് പറയപ്പെടുന്നു. വീണ്ടും ഇന്നസെന്റ് എട്ടാമൻ മന്ത്രവാദത്തിനെതിരായി വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ തുടർന്ന് വിചാരണയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. മല്യസ് മലഫിക്കാറാം എന്ന കുപ്രസിദ്ധമായ മന്ത്രവാദ വിചാരണ സഹായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇത് ആയിരക്കണക്കിന് സ്ത്രീകളെ മന്ത്രവാദികളായി മുദ്രകുത്തി അവരെ വധിക്കുവാൻ ഇടയായി. അങ്ങനെ റോമൻ കത്തോലിക്ക സഭയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ചരിത്രപരവും സാഹിത്യപരവുമായ പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്? ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പരിശുദ്ധന്മാർ എന്ന് പറയുന്ന ഈ മാർപ്പാപ്പമാരെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഇത് എവിടെ നിന്നാണ് എന്നൊക്കെ അവർ അതിന്റെ സോഴ്സ് ചോദിച്ചാൽ ആ സോഴ്സ് ഇതൊക്കെയാണ്. കാരണം അന്ന് നമ്മളൊന്നും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല. ഇപ്പോൾ ഈ 14-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ ഒന്നും നമ്മൾ ജീവിച്ചിരുന്നില്ല. എന്നാൽ ഈ ചരിത്രം എന്ന് പറയുന്നത്, ചരിത്ര സത്യങ്ങൾ എന്ന് പറയുന്നത് അന്ന് എഴുതിയതായ ചരിത്രകാരന്മാർ, അവരുടെ പുസ്തകങ്ങൾ, അതിലെല്ലാം അവർ അന്ന് നടന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ
പ്രധാന പുസ്തകങ്ങളാണ് ദ ഡിവൈൻ കോമഡി ബൈ ഡാൻഡെ. ഡാൻഡെയുടെ ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞാൽ ഡിവൈൻ എന്ന് പറഞ്ഞാൽ ദൈവികമായ കോമഡി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ ഇതിഹാസ കാവ്യത്തിലെ ഇതൊരു ഇതിഹാസ കാവ്യമാണ്. ഇതിലെ ആദ്യ ഭാഗമായ ഇൻഫർണോ, അതായത് റോമൻ കത്തോലിക്ക സഭയിലെ പല മാർപ്പാപ്പമാരെയും മറ്റ് പുരോഹിതന്മാരെയും നരകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമകാലികനായ പലരെയും, അതായത് പുരോഹിതന്മാരെയും മാർപ്പാപ്പമാരെയും പലരെയും നിങ്ങൾ അത് വായിച്ചാൽ അറിയാം, അതിൽ പലരെയും അതിൽ നരകത്തിൽ അവരെ കാണുന്നതായിട്ടാണ് ഈ അതാണ് ഡിവൈൻ കോമഡി. അടുത്തത് ദ കാൻറ്റർബറി ടെയിൽസ്. ഇതൊക്കെ മാസ്റ്റർ പീസാണ്, ലോകത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സാഹിത്യകൃതികളാണ്. ദ കാൻറ്റർബറി ടെയിൽസ് ബൈ ജോഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടെയിൽ. ഈ കൃതിയിലെ പല കഥാപാത്രങ്ങളും റോമൻ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ്. അതിലൂടെ പുരോഹിതന്മാരുടെ അത്യാഗ്രഹം, കള്ളത്തരങ്ങൾ, മതപരമായ ആചാരങ്ങളുടെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് രചയിതാവ് വിമർശനാത്മകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് ദ നെയിം ഓഫ് ദ റോസ്. അത് എഴുതിയിരിക്കുന്നത് ഉംബർട്ടോ ഇക്കോ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ദ നെയിം ഓഫ് ദ റോസ് ഒരു മധ്യകാല കൊലപാതക നിഗൂഢതയായി, അതായത് ഇംഗ്ലീഷിൽ മർഡർ മിസ്റ്ററി. ഒരിക്കൽ ഈ നോവൽ മധ്യകാല മഠങ്ങളിലെയും സഭകളിലെയും രാഷ്ട്രീയപരമായ കുതന്ത്രങ്ങളും അഴിമതികളും മതപരമായ കാപട്യങ്ങളും വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നു. അടുത്തത് ദ ഡെക്കാമറോൺസ് ബൈ ജോവാനിയുടെ ഡെക്കമറോൺ, അതായത് 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ കഥാസമാഹാരത്തിൽ പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ദുർവൃത്തികളെയും കാപട്യങ്ങളെയും എടുത്തു കാണിക്കുന്ന കഥകളാണ്. ഇത് അന്നത്തെ റോമൻ കത്തോലിക്ക സഭാ ജീവിതത്തിലെ ധാർമ്മിക തകർച്ചയെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകുന്നുണ്ട്. ഇനി ചരിത്രപരമായ പുസ്തകങ്ങളിൽ എ ഹിസ്റ്ററി ഓഫ് ദ പോപ്സ് ഇതിൽ എഴുതിയത് ജോൺ ജൂലിയസ് ആണ്. ജോൺ ജൂലിയസ് എഴുതിയ മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന ഈ പുസ്തകം സഭയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാര ദുർവിനിയോഗങ്ങളെക്കുറിച്ചും പല പോപ്പുമാരുടെയും വ്യക്തിപരമായ അഴിമതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അടുത്തത് ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ, അതായത് റോമ സാമ്രാജ്യത്തിന്റെ ഫോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ അത് എഴുതിയത് എഡ്വേർഡ് ഗിബ്ബൺ ആണ്. എഡ്വേർഡ് ഗിബ്ബൺ എഴുതിയ റോമൻ സാമ്രാജ്യത്തിന്റെ പതനം എന്നുള്ളതാണ് അതിന്റെ വിഷയം. അതിനെക്കുറിച്ച് ഇത് ഒരു ക്ലാസിക് കൃതി. റോമ സാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ചാണെങ്കിലും റോമൻ കത്തോലിക്ക സഭ എങ്ങനെ രാഷ്ട്രീയ ശക്തിയായി വളർന്നുവെന്നും അതിലേക്ക് കടന്നു വന്ന അഴിമതികളെക്കുറിച്ചും ഇതിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ടൈറ്റിൽ അങ്ങനെയാണെങ്കിലും ഇത് കൂടുതലും ഈ റോമൻ കത്തോലിക്ക സഭയുടെ അതിന്റെ വളർച്ചയെക്കുറിച്ചും അതിന്റെ ശരിയായ കാര്യങ്ങളും ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദ റിഫോർമേഷൻ, മാർട്ടിൻ ലൂതറിനെ പോലെയുള്ളവർ കൊണ്ടുവന്ന നവീകരണത്തെക്കുറിച്ചാണ് ദ റിഫോർമേഷൻ. ഇത് എഴുതിയത് ഡയർമെയ്ഡ് എഴുതിയ ദ റിഫോർമേഷൻ, അതായത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് കാരണമായ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഈ പുസ്തകം അന്നത്തെ റോമൻ കത്തോലിക്ക സഭയുടെ സാമ്പത്തികവും മതപരവുമായ അഴിമതികൾ, പ്രത്യേകിച്ചും ഇൻഡൽജൻസുകളുടെ വിൽപ്പന, അതായത് പാപവിമോചന ചീട്ടുകളുടെ വിൽപ്പന, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നു. അങ്ങനെ അനേക പുസ്തകങ്ങൾ ഈ റോമൻ കത്തോലിക്ക ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ റോമൻ കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ 4-ാം നൂറ്റാണ്ട് മുതൽ റോമൻ കത്തോലിക്ക സഭയിൽ ബൈബിളിൽ നേരിട്ട് പരാമർശിക്കാത്തതും പിൽക്കാലത്ത് രൂപപ്പെട്ടതുമായ ഒട്ടനവധി പഠിപ്പിക്കലുകൾ, അതായത് അങ്ങനെയുള്ള പഠിപ്പിക്കലുകളെ നമ്മൾ പറയുന്ന ദുരുപദേശങ്ങൾ എന്നാണ്. ഇതെന്തുകൊണ്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് അറിയത്തില്ല. അവർ വിചാരിക്കും ഇതെല്ലാം ക്രിസ്ത്യാനികളല്ലേ, അവിടെ പുരോഹിതന്മാരുണ്ട്, ഇവിടെ പുരോഹിതന്മാരില്ല, അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല, നിങ്ങളെല്ലാവരും യേശുവിൻ്റെ സാക്ഷികളല്ലേ, എല്ലാവർക്കും അവരുടേതായ വിശ്വാസമല്ലേ വലുത്, അങ്ങനെയൊക്കെ ആളുകൾ പറയാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ ആളുകൾ ആശ്വസിക്കുന്നത്, സ്വയം ആശ്വസിക്കുകയാണ് അതൊക്കെ.
എന്നാൽ ഇതൊക്കെ പറയാനുള്ള സാഹചര്യം എന്താണ്? കാരണം ബൈബിളിൽ എഴുതപ്പെട്ട കൽപ്പന ഇങ്ങനെയാണ്: അന്ധകാരത്തിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ പങ്കാളിയാകരുത്, അതിനെ ശാസിക്കുക അത്രേ വേണ്ടത്. അതായത് ഇരുട്ടിന്റെ ഫലമില്ലാത്ത പ്രവൃത്തികളിൽ നമ്മൾ കൂട്ടാളികളാകാൻ പാടില്ല. എഫേസ് ലേഖനം 5-11 വാക്യത്തിൽ എഴുതപ്പെട്ട തിരുവെഴുത്താണ്. അതുപോലെ തന്നെ വിശുദ്ധ ബൈബിൾ ആണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം. ബൈബിളിലെ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരുപദേശത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഒരു സുവിശേഷകന്റെ ദൗത്യം. ഒരു സുവിശേഷകന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങൾ ശരിയാണ്, ശരിയായതിനെ ശരിയാണെന്നും തെറ്റായതിനെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് സുവിശേഷം. അങ്ങനെയല്ലെങ്കിൽ പിന്നെ സുവിശേഷം ഇതല്ലെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ 4-ാം നൂറ്റാണ്ട് മുതൽ റോമൻ കത്തോലിക്ക സഭയിൽ ബൈബിളിൽ നേരിട്ട് പരാമർശിക്കാത്ത കാര്യങ്ങൾ അവർ അനുവർത്തിച്ചു പോരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ദുരുപദേശങ്ങൾ വന്നത് അത് എല്ലാം പെട്ടെന്ന് വരികയായിരുന്നില്ല, അത് പരിണമിച്ചുണ്ടാകുകയായിരുന്നു. ഇപ്പൊ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പറയുന്നത് പോലെ ചെറിയൊരു ജീവിയിൽ നിന്നും പിന്നെ അതിനേക്കാൾ അല്പം കൂടെ വലിയൊരു ജീവി പരിണമിച്ചുണ്ടായി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു അതിലും വലിയ ജീവി പരിണമിച്ചുണ്ടായി. അങ്ങനെ പരിണമിച്ച് കുരങ്ങിലെത്തി, പിന്നെ മനുഷ്യക്കുരങ്ങനായി, പിന്നെ അവന്റെ വാല് മുറിഞ്ഞുപോയി, അങ്ങനെ മനുഷ്യനായി എന്ന് അവരൊരു തിയറി പറയുകയാണ്. എന്ന് പറയുന്നത് പോലെ ഒരു പരിണാമം എന്ന് പറഞ്ഞാൽ അത് സമയമെടുത്തു. അപ്പോൾ ഏതൊക്കെ ദുരുപദേശങ്ങൾ ഏതൊക്കെ നൂറ്റാണ്ടുകളിലാണ് വന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ചരിത്രം നമുക്കത് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ മറിയ ഒരു കന്യകയായി എന്നേക്കും നിലനിൽക്കുന്നു. അതായത് എവർ വെർജിൻ മേരി എന്നുള്ള പഠിപ്പിക്കൽ റോമൻ കത്തോലിക്ക സഭയിലേക്ക് വരികാനിടയായി. അപ്പൊ യേശുവിന് ശേഷം മറിയത്തിന് മറ്റ് മക്കൾ ഉണ്ടായിട്ടില്ല എന്നും മറിയം എന്നേക്കും കന്യകയായി തുടരുന്നു എന്നുള്ള വിശ്വാസം. എന്നാൽ ഈ ഒരു വിശ്വാസത്തെ അത് അവരുടെ വിശ്വാസമാണ്. എന്നാൽ ബൈബിളിലെ വിശ്വാസം പറയുന്നത് എന്താണ്? അത് ഒറ്റ വാക്യം വായിച്ചാൽ മതി, പരിജ്ഞാനമുള്ളവർക്ക് അത് മനസ്സിലാകും. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലാണ് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. അപ്പൊ ഈ ഒരു വാക്യത്തിന്റെ അക്ഷരാർത്ഥത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഇത് അക്ഷരാർത്ഥമാണ് ഈ വാക്യത്തിലുള്ളത്. അപ്പൊ മകനെ പ്രസവിക്കും വരെ ജോസഫ് മറിയയെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ അവളെ അറിഞ്ഞില്ല എന്നുള്ളൊരു വാക്കായിരുന്നു. അവൻ അവളെ അറിഞ്ഞില്ല. അപ്പോൾ ഇത് വായിച്ച് ധ്യാനിക്കുന്നവർക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകും. അത് പിന്നീട് വന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടിൽ ശുദ്ധീകരണ സ്ഥലം, 6-ാം നൂറ്റാണ്ടിലാണ് ഈ റോമൻ കത്തോലിക്ക ചർച്ചിലെ ശുദ്ധീകരണ സ്ഥലം വന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് മരിച്ചവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന ആശയം ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു? ഇത് ഇവരുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഇവരുടെ കാനോനാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് ലൂക്കോസ് 16-19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ലാസറിന്റെയും ധനവാന്റെയും ഉപമയിൽ അവിടെ പർഗേറ്ററി എന്നൊരു ഇടസ്ഥലം നമ്മൾ കാണുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായി നിത്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണത്. അവിടെ ധനവാനായ ലാസർ ആഡംബര ജീവിതം നയിച്ചു, അദ്ദേഹം നല്ല പട്ടുവസ്ത്രമൊക്കെ ധരിച്ചങ്ങനെ ജീവിച്ചു. എന്നാൽ മരിച്ചപ്പോൾ അയാൾ പോയത് യാതനാസ്ഥലത്തേക്കാണ്. യാതനാസ്ഥലം എന്ന് പറഞ്ഞാൽ അത് നരകമാണ്. യാതനാസ്ഥലത്തേക്കാണ് അയാൾ പോയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പടിവാതിൽക്കൽ ദരിദ്രനായി ഒരു പിച്ചക്കാരനെ പോലെ ജീവിച്ച ആ മനുഷ്യൻ, അദ്ദേഹം പറുദീസയിലാണ് പോയത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉപമയിൽ നിന്നൊക്കെ നമ്മൾ അത് ആഴത്തിൽ വായിച്ചാൽ ദൈവം കൃപയായാൽ, ഇതിനെല്ലാം ദൈവത്തിന്റെ ഒരു കൃപ വേണം. കൃപയില്ലെങ്കിൽ ഇതൊന്നും വെളിപ്പെട്ട് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ വായിക്കുന്നവർക്ക് ഇവിടെയുള്ള സത്യങ്ങൾ മനസ്സിലാവും. വീണ്ടും 10-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അവര് പാപമോചന പത്രം, അതിന് ഇന്റലിജൻസസ് എന്ന് ഇംഗ്ലീഷ് പറയുന്നു, പാപങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് പണവും മറ്റ് സംഭാവനകളും നൽകുന്ന രീതി. എന്നാൽ ബൈബിൾ പറയുന്നത് പാപം മോചിപ്പിക്കാൻ ബൈബിൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് 1 യോഹന്നാൻ 1:7 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തമാണ്. വേറെ ഒരു പ്രവർത്തിക്കും, മനുഷ്യന്റെ ഒരു പ്രവർത്തിക്കും, ഒരു കർമ്മമാർഗത്തിനും നമ്മുടെ പാവങ്ങളെ
മോചിപ്പിക്കുവാൻ കഴിയില്ല. കാരണം ഈ പാപം മോചിപ്പിക്കുക എന്ന് പറയുന്നത് നാം പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഉപേക്ഷിക്കുകയും ചെയ്യണം. ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ മനഃപൂർവ്വം പാപം ചെയ്യാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുകയും പരിശുദ്ധാത്മാവ് നിത്യമായി വസിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് പോക്കുവരത്തല്ല. ഒരുവനിൽ പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു. അങ്ങനെ അവന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയും അങ്ങനെ അവൻ പാപത്തിന്റെ മേൽ ജയമുള്ളവനായി തീരുകയും ചെയ്യുന്നു. വീണ്ടും 12-ാം നൂറ്റാണ്ടിൽ 7 കൂദാശകൾ കൊണ്ടുവന്നു. റോമൻ കത്തോലിക്ക സഭ ഈ 7 കൂദാശകൾ അത് വരുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. അത് 7 കൂദാശകൾ എന്ന് പറയുന്ന മാമോദീസ, കുമ്പസാരം, കുർബാന, സ്ഥൈര്യലേപനം, വിവാഹം, രോഗീലേപനം, തിരുപ്പട്ടം. എന്നാൽ ബൈബിൾ പറയുന്നത് 7 അടിസ്ഥാന ഉപദേശങ്ങളാണ്. ബൈബിളിൽ ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഒരു മനുഷ്യൻ അവന് സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ അവൻ ബൈബിൾ പറയുന്നതനുസരിച്ച് അത് അപ്പസ്തോല പ്രവർത്തികളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തികൾ 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യവും 42-ാം വാക്യവും കൂടി വായിക്കുമ്പോൾ നമുക്ക് 7 അടിസ്ഥാന ഉപദേശങ്ങൾ ലഭിക്കുകയാണ്. 1 മാനസാന്തരമാണ്. 2 മാനസാന്തര സ്നാനം, അതായത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവർ മാനസാന്തരപ്പെട്ടു എങ്കിൽ അവരൊരു പ്രവൃത്തി ചെയ്യും. അത് വെള്ളത്തിൽ മുങ്ങിയ സ്നാനം സ്വീകരിക്കും. അത് അഭിഷിക്തന്റെ കീഴിൽ നിന്നും അതാണ് മാനസാന്തര സ്നാനം. വീണ്ടും പരിശുദ്ധാത്മ സ്നാനം. 3 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 4 അപ്പസ്തോലന്മാരുടെ ഉപദേശം. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും. അപ്പൊ അപ്പസ്തോലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കലിന് നമ്മൾ കർത്തൃമേശ എന്ന് പറയും, കർത്താവിന്റെ അത്താഴം എന്ന് പറയുന്നു. കർത്തൃമേശ, കർത്താവിന്റെ അത്താഴം. അങ്ങനെ പ്രാർത്ഥന. അങ്ങനെ 7 അടിസ്ഥാന ഉപദേശങ്ങളാണ് രക്ഷയിലേക്ക് നയിക്കുന്നത്. എന്നാൽ അതിന് ഇവരെന്ത് ചെയ്തു? ഇവരുടേതായ ചില കൂദാശകൾ കണ്ടുപിടിച്ചു. 13-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു ഉപദേശമാണ് മറിയയുടെ അമലോത്ഭവം. മറിയയുടെ അത് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്, അതായത് യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ മറിയ പാവമില്ലാത്തവളായി ജനിച്ചു എന്ന വിശ്വാസം ഈ നൂറ്റാണ്ടിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് 1854 മാത്രമാണ് ഒരു ഔദ്യോഗിക വിശ്വാസ പ്രമാണമായി, അതായത് ഡോഗ്മയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ബൈബിൾ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നതാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്ന അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതിന് മറിയയ്ക്ക് ഒരു ഒഴികഴിവുള്ളതായിട്ട് നാം കാണുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഈ ലോകത്തിൽ ജനിച്ച യേശുക്രിസ്തു അല്ലാതെ, യേശുക്രിസ്തു കാരണം യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു ദൈവപുത്രനാണ്, ദൈവമാണ്. അപ്പൊ യേശുക്രിസ്തു പാപമില്ലാതെ ജനിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. യേശുക്രിസ്തു പാപം കൂടാതെ ജനിച്ചവൻ, അവൻ പാപമില്ലാത്തവൻ, അവനിൽ പാപമില്ല. എന്നാൽ ബാക്കി എല്ലാവരും ഇതാ ഞാൻ അകൃത്യത്തിൽ എന്നെ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും 14-ാം നൂറ്റാണ്ടിലാണ് ജപമാല, അതിന് റോസറി എന്നുള്ള സമ്പ്രദായം അവർ കൊണ്ടുവന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. ഡൊമിനിക് വിശുദ്ധനാണ് ഇത് ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. അത് ആരംഭിച്ച വിശുദ്ധന്റെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഡൊമിനിക് എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണത് ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. വീണ്ടും 16-ാം നൂറ്റാണ്ടില് പേപ്പൽ ഇൻഫാലിബിലിറ്റി എന്നുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. അതായത് മാർപ്പാപ്പയുടെ അപ്രമാദിത്യം. അതായത് മാർപ്പാപ്പ വിശ്വാസത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ഔദ്യോഗികമായി സംസാരിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കുകയില്ല. അതിന് തെറ്റാവരം എന്നാണ് പറയുന്നത്. തെറ്റാവരമുള്ള മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് ആ രാശയം വന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ അപ്രമാദിത്യം, മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്നുള്ള ആശയം അവര് നടപ്പിൽ കൊണ്ടുവന്നത്. പിന്നെ വസ്തുമാറ്റ ഉപദേശം, അത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, പറയാൻ ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല. വസ്തുമാറ്റ ഉപദേശം, കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന പഠിപ്പിക്കൽ, അതാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, വസ്തുമാറ്റ ഉപദേശം. അപ്പൊ ഇത്
പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ഇവർ ഇതിനെ ഒരു ബലിയാക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഓർമ്മയാചരണമാണ്. അപ്പോൾ ഇവർക്ക് ഇത് ഓർമ്മയാചരണമാണ് എന്ന് ഇവർ പറയുമെങ്കിലും ഇവർക്ക് ഇതൊരു പാപമോചന ശുശ്രൂഷ കൂടിയാണ്. അതായത് യേശുവിൻ്റെ ശരീരം, അതായത് അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുന്നു, അതായത് ഇവരെടുക്കുന്ന വീഞ്ഞ് അത് യേശുവിൻ്റെ രക്തമായി അതുപോലെ തന്നെ ആയി മാറുന്നു എന്നുള്ള ഒരു വസ്തുമാറ്റ ഉപദേശം. അപ്പോൾ ഈ വസ്തുമാറ്റ ഉപദേശം പ്രൊട്ടസ്റ്റന്റ് സഭകളിലും അതുപോലെ പെന്തക്കോസ്ത് സഭകളിലും അവരതിനെ ഒരു ബലിയോ യാഗമോ ആക്കുന്നില്ല. അവർ അത് കർത്താവ് വീണ്ടും വരും, കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് വീണ്ടും വരും എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെന്തക്കോസ്ത് സഭകളിലൊക്കെ ഈ ആചരണം ആചരിക്കുന്നത്. എന്നാൽ റോമൻ കത്തോലിക്ക സഭയിൽ അത് ഒരു വസ്തുമാറ്റ ഉപദേശം, അതായത് അത് ഒരു വസ്തു വേറൊരു വസ്തുമായി മാറുന്നു എന്നുള്ള ഒരു ഉപദേശം ആണ് അവർ കൊടുക്കുന്നത്. വീണ്ടും 20-ാം നൂറ്റാണ്ടിലാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്ന് ഇവർ സ്ഥിരീകരിച്ചത്. അതായത് 20-ാം നൂറ്റാണ്ടിൽ മറിയത്തിൻ്റെ സ്വർഗാരോപണം, അതിന് അസംഷൻ ഓഫ് മേരി, മറിയത്തിൻ്റെ മരണത്തിന് ശേഷം അവളുടെ ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം പിയൂസ് 12-ാമൻ മാർപ്പാപ്പ 1550 ഒരു ഔദ്യോഗിക വിശ്വാസ പ്രമാണമായി പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്വർഗാരോപണം എന്നുള്ള, മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്നുള്ള ഒരാശയം ഇവര് അങ്ങനെ റോമൻ കത്തോലിക്ക സഭയിൽ ഒട്ടനവധി തെറ്റായ പഠിപ്പിക്കലുകൾ നിലനിന്നിരുന്നു. അങ്ങനെ പാപമോചന പത്രങ്ങളുടെ വിൽപ്പന ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തങ്ങളുടെയോ മരിച്ചവരുടെയോ പാപങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കാൻ പണം നൽകി ഈ പത്രങ്ങൾ വാങ്ങണമെന്ന വിശ്വാസം വ്യാപകമായിരുന്നു. അതുപോലെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ വിൽക്കുന്നതും സാധാരണമായിരുന്നു. ഈ അഴിമതികൾക്കെതിരെ, അപ്പോൾ ഇതൊക്കെ അഴിമതിയാണെന്ന് മനസ്സിലാക്കിയ റോമൻ കത്തോലിക്ക സഭയിൽ അകത്തുള്ളവർ, പുറത്തുനിന്ന് വന്നവരൊന്നുമല്ല, അതായത് പുരോഹിതന്മാരായിരുന്നവർ, ബൈബിള് പഠിച്ചവർ, ബൈബിൾ അനുസരിക്കണമെന്ന് അവർക്ക് ഉള്ളിൽ ഒരു ബോധ്യം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? അവര് ഇതിനെല്ലാം ഇത് ശരിയല്ല എന്ന ധൈര്യത്തോടു കൂടി പറയുവാൻ അവർക്ക് ധൈര്യം ലഭിച്ചു. അങ്ങനെ ഈ അഴിമതികൾക്കെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഈ വിമർശനങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നവീകരണത്തിന് പ്രധാന കാരണമായി മാറി. മാർട്ടിൻ ലൂഥറിന്റെ 95 പ്രബന്ധങ്ങൾ പാപമോചന പത്രങ്ങളുടെ വിൽപ്പനയും സഭയിലെ മറ്റ് അഴിമതികളെയും ശക്തമായി എതിർത്തു. അപ്പോൾ അത് എതിർക്കണമെങ്കിൽ ഒരു വലിയ ധൈര്യം വേണം, കാരണം ഇവർക്ക് വലിയ പവറാണ്. ഈ മാർപ്പാപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചക്രവർത്തിയുടെ പവർ അദ്ദേഹത്തിനുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴാണ് അവിടെയുള്ള ഒരു സാധാരണ പുരോഹിതൻ പറയുന്നത് ഇതൊന്നും ശരിയല്ല. പറയുക മാത്രമല്ല, അയാൾ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള ഒരു പ്രധാന പള്ളിയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം ഈ 95 ആശയങ്ങളാണ് എഴുതി വെച്ചത്. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ മതം, സംസ്കാരം, രാഷ്ട്രീയം, സാമൂഹിക ജീവിതം എന്നിവയെ ആഴത്തിൽ സ്വാധീനിച്ച ഈ പ്രസ്ഥാനത്തിന്, അതായത് പ്രൊട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനത്തിന് മാർട്ടിൻ ലൂഥർ, ജോൺ കാൽവിൻ, ഊൾറിച്ച് സിംഗ്ലി തുടങ്ങിയ റോമൻ കത്തോലിക്ക പുരോഹിതന്മാർ, ഇതെല്ലാവരും പുരോഹിതന്മാരാണ്. ഞാനീ പറയുന്ന ഇത് പ്രധാന പുരോഹിതന്മാർ, ഇവരെ പോലെ പല പുരോഹിതന്മാരും ഇവരുടെ ഈ കാഴ്ചപ്പാടോടുകൂടെ സഭയെ നവീകരിക്കണം, ഈ അഴിമതിയിൽ നിന്ന്, ഈ ദുരുപദേശത്തിൽ നിന്ന് സഭയെ നേരായ പാതയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തോടുകൂടെ അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം, മത്തായി സുവിശേഷം 23:35 നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി സെക്കരിയാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭയുടെ അവര് ഒട്ടനവധി വിശുദ്ധന്മാരെ അവരുടെ അറിവില്ലായ്മ മൂലം അവര് മതവിചാരണ കോടതി, ഇതിനെക്കുറിച്ച് പറഞ്ഞാണ്, മതവിചാരണ കോടതിയിൽ അവരെല്ലാം കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ
നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി സെക്കരിയാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. അപ്പം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന സഭ, അവിടെ രക്തം ചൊരിഞ്ഞ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ ആ ശാപം നമ്മിലേക്കും വരുവാൻ ഇടയാകും. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, ഒരു സംഘടന, ഏത് സംഘടനയാണെങ്കിലും അവിടെ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കൊല ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അവരോട് സഹകരിക്കുന്നത് കൊണ്ട് നമ്മളും കുറ്റക്കാരനാകും എന്നുള്ളതാണ് ഇതിന്റെ ആത്മീയ അർത്ഥം. ഈ വചനത്തിന്റെ അക്ഷരാർത്ഥമല്ല, ഇതിന്റെ ആത്മീയ അർത്ഥം എടുത്താൽ, നമ്മൾ ചിന്തിച്ചാൽ വലിയ ആഴത്തിലുള്ള സത്യങ്ങൾ ഇവിടെ ഈ വചനത്തിന് പറയാനുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, ആ മാർപ്പാപ്പ, ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ ഇതിനെല്ലാമായിട്ട് മാപ്പ് പറഞ്ഞതല്ലേ, ക്ഷമ പറഞ്ഞതല്ലേ, അദ്ദേഹം ഖേദം പ്രകടിച്ചതല്ലേ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതായത് അക്ഷരീകമായ പൗരോഹിത്യം പുതിയ നിയമത്തിലില്ല. കാരണം യേശുക്രിസ്തു മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് പുരോഹിതൻ. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ മെൽക്കിസദേക്കിന് ശേഷമോ മുമ്പോ ഒന്നും പുരോഹിതന്മാരില്ല. അപ്പോൾ അതുപോലെ ഈ പൗരോഹിത്യം തന്നെ തെറ്റായിരിക്കുമ്പോൾ, പൗരോഹിത്യം എന്നുള്ള ഒരു സംഭവം യേശു കർത്താവ് പുതിയ നിയമത്തിൽ സ്ഥാപിച്ചിട്ടില്ല. അപ്പൊ പുതിയ നിയമത്തിലെ 5 ശുശ്രൂഷ നമുക്കറിയാം. അത് ഒന്നാമത് അപ്പസ്തോലൻ, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ഇടയൻ, ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ. ഇങ്ങനെ 5 വിധ ശുശ്രൂഷയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. വേറെ അല്ലെങ്കിൽ നമുക്ക് മാർപ്പാപ്പ, ഒന്നാമത് മാർപ്പാപ്പ, രണ്ടാമത് കർദിനാൾ, മൂന്നാമത് ബിഷപ്പ്, പിന്നെ അതിന് താഴെയുള്ളവർ, അങ്ങനെ ഒരു ഓർഡർ നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇവര് കാലക്രമേണ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 17-ന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഈ ഒരു ഭാഗം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഭാഗം എല്ലാം പറഞ്ഞിരിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയെക്കുറിച്ചാണ്. ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് കൈവിടപ്പെട്ടു പോയ ഒരു സഭയാണ്. അത് ധൂമ്ര വർണ്ണം എന്ന് പറഞ്ഞാൽ അത് പർപ്പിൾ കളറാണ്. പർപ്പിൾ കളർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സാധാരണ നമുക്ക് പർപ്പിൾ കളറോ കടും ചുവപ്പോ ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ അത് കൂടെ കൂടെ ധരിക്കുന്നത് മഹദിയാം ബാബിലോണിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് സ്ത്രീ പർപ്പിൾ കളറും കടും ചുവപ്പും. നമുക്കറിയാം ഈ റോമൻ കത്തോലിക്ക സഭയിലെ അവിടുത്തെ പുരോഹിതന്മാരല്ല, കർദിനാൾമാരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കളറിനാണ് അവിടെ പ്രാധാന്യം. അതുപോലെ തന്നെ പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി എന്ന് പറഞ്ഞാൽ ഈ മാർപ്പാപ്പയുടെ തന്നെ ചില കിരീടങ്ങളുണ്ട്. അദ്ദേഹം ചില പ്രത്യേക സാഹചര്യ സന്ദർഭങ്ങളിലൊക്കെ ധരിക്കുന്ന ആ കിരീടം, അത് ചില മുസ്ലിം രാജ്യങ്ങളിലുള്ള മുസ്ലിം രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അവർക്ക് സമ്മാനമായി കൊടുത്തുക, കോടികൾ വില വരുന്ന, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അതൊക്കെ അവരൊക്കെ അത് ധരിച്ചു ഇരിക്കുന്ന ചിത്രങ്ങളുണ്ട്. അവര് പൊന്നും വിലയേറിയ മുത്തുകൾ പതിപ്പിച്ച കിരീടവുമായിട്ട് അവര് നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടും വേശ്യാവൃത്തി എന്ന് പറയുന്നത് ഇവിടെ അക്ഷരീകമായിട്ടല്ല പറഞ്ഞത്, അത് വിഗ്രഹാരാധനയാണ്. അതായത് ഇവർക്ക് രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, ആ രൂപങ്ങളെ വണങ്ങുന്നു. അതിനവര് വിഗ്രഹമെന്ന് പറയത്തില്ല, തിരുസ്വരൂപങ്ങൾ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ തിരുസ്വരൂപങ്ങളെ ഉണ്ടാക്കിയിട്ട് രണ്ടാം കൽപ്പന നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് GTPയിലോ ജെമിനിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പെർപ്ലക്സിറ്റി പോലെയുള്ള ഏത്, അത് ഇപ്പം നമുക്ക് ചോദ്യം ചോദിച്ചാൽ ഉത്തരം നൽകുന്ന ഏത് ഇങ്ങനെയുള്ള നമ്മളെ സഹായിക്കുന്ന സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ യഹൂദന്മാരുടെ 10 കൽപ്പന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കമിട്ട് പറയും. യഹൂദന്മാരുടെ ഒറിജിനൽ 10 കൽപ്പന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൽപ്പന പറയുന്നത് വിഗ്രഹം ഉണ്ടാക്കരുതെന്നാണ്. ഈ റോമൻ കത്തോലിക്ക സഭയുടെ 10 കൽപ്പനകളിൽ ഈ ഒരു കൽപ്പനയില്ല. അപ്പോൾ വീണ്ടും പറയുകയാണ്, പിന്നെ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. സ്വർണ്ണ പാനപാത്രം, അതായത് നമ്മളാരും
നമ്മുടെ ശുശ്രൂഷയിൽ ഒരു സ്വർണം പൂശിയതോ ആയിട്ടുള്ള പാനപാത്രമില്ല. ആരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ വേശ്യമാരുടെയും മ്ലേച്ഛതയുടെ മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഇവർക്ക് പ്രാർത്ഥന കൂടുതലും മാതാവിനോടാണ്. അതായത് മാതാവിലൂടെ യേശുവിലേക്ക് പോവാൻ കാരണം അങ്ങനെ ഒരു വ്യവസ്ഥ നമ്മൾ ബൈബിളിൽ കാണത്തില്ല. ഞാനിവിടെ ബൈബിളിന്റെ അഡ്വക്കേറ്റാണ്, ദൈവവചനത്തിന്റെ അഡ്വക്കേറ്റാണ്. ബൈബിളിലുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും അനുസരിക്കണം. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അത് ശരിയല്ല എന്ന് പറയണം. അപ്പോൾ ഇവിടെ പിന്നെ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇൻക്വിസിഷനിൽ ഈ നമ്മുടെ ഗോവയിൽ വരെ ഇവിടെ അതായത് ഇന്ത്യയിലെ ഒരു പ്രദേശമായ ഗോവയിൽ പോലും ഇൻക്വിസിഷൻ ഉണ്ടായിട്ടുണ്ട്. ഒട്ടനവധി വിജാതീയരെ പോലും അവർ മരിച്ചു. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഇവരുടെ സഭയിൽ ഒരു വിശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ കത്തുകൾ ഒക്കെ ഇതിന് കാരണമായി തീർന്നു. ഇങ്ങനെയുള്ള മതവിചാരണ കോടതികൾക്കും അതിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ കാരണമായി തീർന്നു എന്ന് ഇന്ന് പലർക്കും അറിയാവുന്ന ചരിത്ര സത്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് ഈ മതവിചാരണ കോടതിയിലൂടെ ഒട്ടനവധി വിശുദ്ധന്മാർ, ഞാൻ ആ വിശുദ്ധന്മാരുടെ ലിസ്റ്റിൽ അവരുടെ പേരുകൾ ഏതാനും പ്രസിദ്ധരായ അല്ലെങ്കിൽ അവരുടെ പേരുകളൊക്കെ ഇതിനു മുമ്പുള്ള സെക്ഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാപങ്ങൾ ക്ഷമിക്കുന്നതിനും സ്വർഗത്തിൽ സ്ഥാനം നേടുന്നതിനും വേണ്ടി റോമൻ കത്തോലിക്ക സഭ ആളുകളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ഇതിനെയാണ് ഇൻഡൾജൻസ് അല്ലെങ്കിൽ പാപവിമോചന പത്രം. അപ്പൊ ഇത് വിശുദ്ധ പത്രോസിന്റെ ബസലിക്ക പണിയുന്നതിനായി മാർപ്പാപ്പയായ ലിയോ 10 ഇതിന്റെ വിൽപ്പനയെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ജോൺ ഡെറ്റ്സൽ എന്ന ഒരു സന്യാസി, അതായത് പുരോഹിതനായ സന്യാസി, നിങ്ങളുടെ പണം പെട്ടിയിൽ വീഴുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പുറത്തു വരും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ്. അപ്പം ആളുകളെല്ലാം ഇത് പറഞ്ഞിട്ടാണ് ഭയപ്പെടുത്തിയിരുന്നത്. ആളുകളെ ഭയപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങളുടെ പണം പെട്ടിയിൽ വീഴുമ്പോൾ, പണം കൊടുത്താൽ രക്ഷ വാങ്ങുക എന്നുള്ള ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പണം പെട്ടിയിൽ വീഴുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പുറത്തു വരും എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ മാർട്ടിൻ ലൂതർ പാപമോചനത്തിന് പണം വാങ്ങുന്നതിനുള്ള ഒരു വഴിപാടായി കണക്കാക്കി ശക്തമായി എതിർത്തു. ഇതാണ് ശരിക്ക് ഈ റിഫോർമേഷൻ കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നത്. പിന്നെ ബൈബിളിന്റെ പ്രാധാന്യം. റോമൻ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകൾക്ക് ബൈബിളിനേക്കാൾ അധികാരം നൽകിയിരുന്നു. അന്ന് അവരുടെ കൽപ്പനയാണ്, അവരുടെ കാനോനാണ് ബൈബിളിനേക്കാൾ പ്രാധാന്യം. കൂടാതെ ബൈബിൾ സാധാരണക്കാർക്ക് വായിക്കാൻ അന്ന് ലഭ്യമല്ലായിരുന്നു. ഇത് ലാറ്റിൻ ഭാഷയിൽ മാത്രമായിരുന്നു. അപ്പൊ ബൈബിൾ പ്രധാനമായും ലാറ്റിൻ ഭാഷയിൽ, അതിൽ നിന്ന് മറ്റ് തർജ്ജമ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഇവർ കൊടുത്തിരുന്നില്ല. എന്നാൽ മാർട്ടിൻ ലൂതർ ബൈബിളിന് ഏറ്റവും വലിയ അധികാരം നൽകി. എല്ലാ വിശ്വാസികളും ബൈബിൾ വായിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക്, അതൊരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങനെ മാർട്ടിൻ ലൂതറിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ഈ സോളാ സ്ക്രിപ്ചർ മുന്നോട്ട് കൊണ്ടുവന്നു. സോളാ സ്ക്രിപ്ചർ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഈ സോളാ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവവചനം മാത്രം. ഈ സോളാ സ്ക്രിപ്ചറിലെ പ്രധാനപ്പെട്ട 5 ആശയങ്ങളാണ്. ഒന്ന് ദൈവവചനം മാത്രം. നമ്മുടെ നമ്മുടെ നിത്യജീവനുമായിട്ടുള്ള ബന്ധത്തിൽ സോളാ സ്ക്രിപ്ചർ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ദൈവവചനം മാത്രം. അതാണ് സോള എന്ന് പറഞ്ഞാൽ മാത്രം, സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ വചനം മാത്രം, ദൈവത്തിന്റെ വചനം മാത്രം. അതിന് ലാറ്റിനിൽ സോളാ സ്ക്രിപ്ചൂറ എന്നാണ് പറയുന്നത്. പിന്നെ പറയുകയാണ് രക്ഷ യേശുവിലൂടെ മാത്രം. അടുത്തത് രക്ഷ വിശ്വാസത്താൽ മാത്രം. രക്ഷ കൃപയാൽ മാത്രം. അഞ്ചാമത്തേത് ദൈവത്തിനു മാത്രം മഹത്വം കൊടുക്കുക. അപ്പൊ ഈ ആശയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായത്. പ്രൈസ് ഗോഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച നവീകരണ പ്രസ്ഥാനം
ക്രിസ്ത്യാനികളായ വലിയൊരു സമൂഹത്തെ മൂല്യപരമായ ഒരു പുതിയ ദിശയിലേക്ക് നയിച്ചു. മതയുദ്ധങ്ങളും ആശയ സംഘർഷങ്ങളും പ്രൊട്ടസ്റ്റന്റ് ചിന്തകളുടെ വ്യാപനം റോമിൽ കത്തോലിക്ക സഭയുടെ ആധിപത്യത്തിന് ശക്തമായ തിരിച്ചടിയായി. ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും മതയുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും വഴി. മതയുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റന്റ്സുകാരും റോമൻ കത്തോലിക്കരും തമ്മിലുള്ള ഭിന്നതയും അതേ തുടർന്ന് അത് യുദ്ധത്തിലേക്ക് പോലും നയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചരിത്രരേഖകളിൽ കാണുകയാണ്. അതിൽ പ്രധാനപ്പെട്ട, അതായത് ഫ്രാൻസിലെ ഹ്യൂഗനോട്ട് യുദ്ധങ്ങൾ, ജർമ്മനിയിലെ 30 വർഷത്തെ യുദ്ധം തുടങ്ങിയ ക്രിസ്തുമതീയ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭജനങ്ങളുടെ വിപരീത ഫലങ്ങളായിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ പ്രൊട്ടസ്റ്റന്റ് നവീകരണം വന്നതോടുകൂടിയുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ 18-19 നൂറ്റാണ്ടിൽ ജോൺ വെസ്ലിയുടെ മെത്തഡിസ്റ്റ് പോലുള്ള ആശയ ഉണർവുകളും ബാപ്റ്റിസ്റ്റ് സഭകളും പുതിയ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ വളർച്ചയ്ക്കും കാരണമായി. അപ്പോൾ ഈ ജോൺ വെസ്ലിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ജോൺ വെസ്ലിയുടെ അമ്മയായ സൂസന്ന വെസ്ലി ജോൺ വെസ്ലിക്ക് നൽകിയ ഉപദേശങ്ങൾ, അതായത് അതിൽ 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ട്. വളരെ മനോഹരമായ ഉപദേശങ്ങളാണ്. അതായത് വളരെ നല്ല വിശ്വാസിയായിരുന്ന ജോൺ വെസ്ലിയുടെ അമ്മയാണ് അദ്ദേഹത്തെ ശരിക്കും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് വേണം പറയാൻ. അപ്പോൾ അമ്മ അദ്ദേഹത്തിന് ഒരു ബൈബിളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ അതിൽ അമ്മ ബൈബിൾ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ നിന്റെ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റും, അല്ലെങ്കിൽ ഈ പുസ്തകം നിന്റെ പാപത്തെ നിന്നിൽ നിന്ന് അകറ്റും. അപ്പോൾ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവർക്ക് ബൈബിൾ വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ നിന്റെ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റും, അല്ലെങ്കിൽ ഈ പുസ്തകം നിന്റെ പാപത്തെ നിങ്കിൽ നിന്ന് അകറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വീണ്ടും എപ്പോഴും ദൈവവചനം വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക. എപ്പോഴും ദൈവവചനം, കാരണം ഈ ഒരു കാര്യം നമുക്ക് പാപത്തെക്കുറിച്ച് നമുക്കൊരു പശ്ചാത്താപം ഉള്ളവർക്ക് ഈ ദൈവവചനം എപ്പോഴും വായിക്കാനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കത്തുള്ളൂ. വീണ്ടും പറയുകയാണ്, ദൈവവചനം വായിക്കുക, അത് നിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്യുക. അപ്പൊ ദൈവവചനം വായിക്കുക. അപ്പൊ നമ്മളിങ്ങനെ വചനം വായിക്കുമ്പോൾ അത് നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മൾ പറയണം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് 1901 ചാൾസ് ഫോക്സ് എന്ന പാസ്റ്ററാണ്. അദ്ദേഹം കാൻകാസിലെ ഒരു ബൈബിൾ സ്കൂൾ നടത്തിയിരുന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ചേർന്ന് അപ്പസ്തോലന്മാരുടെ കാലത്തെ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു. സാധാരണ ബൈബിൾ സ്കൂളിലൊന്നും അതിനെക്കുറിച്ച് അങ്ങനെ കുറച്ച് തിയറി പറഞ്ഞാലും പ്രാക്ടിക്കലൊന്നും അവർ പ്രാപിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഇന്ന് കൂടുതലുള്ളത്. അപ്പോൾ ആ ക്ലാസ്സിൽ ഈ പാസ്റ്റർ പഠിപ്പിച്ച വിഷയം ഇതാണ്: പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുക എന്നതായിരുന്നു. അങ്ങനെ ആദിമസഭയിൽ നടന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഇപ്പോഴും ദൈവസഭയിൽ നടക്കേണ്ടതല്ലേ എന്ന് അവരിൽ ചിലർ ചിന്തിച്ചു. ഈ വിശ്വാസത്തിൽ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനിയായിരുന്ന ആഗ്നസ് ഒസ്മാൻ, അപ്പൊ ഈ ഒരു പെൺകുട്ടിയാണ് ആഗ്നസ് ഒസ്മാൻ എന്ന യുവതി, 1901 ജനുവരി 1 കറക്റ്റ് ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം, നമ്മളറിയാം അഗ്നി സ്നാനം. കാരണം പരിശുദ്ധാത്മാവിന്റെ സ്നാനം, അവർ അന്യഭാഷയിൽ സംസാരിച്ചു, പുതുഭാഷകൾ സംസാരിക്കുമെന്നൊക്കെ കർത്താവ് പറഞ്ഞു. അപ്പൊ അതിന്റെ പൂർത്തീകരണം നമ്മൾ കാണുകയാണ്. അപ്പൊ ഈ സംഭവമാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രധാന സംഭവം. പിന്നീട് ചാൾസ് പർഹാമിന്റെ ഒരു ശിഷ്യനായിരുന്ന വില്യം ജെ സൈമൂർ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ പാസ്റ്റർ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് ആഗോളതലത്തിൽ ഒരു വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ ഇടയായി. 1906 ലോസ് ഏഞ്ചൽസിലെ അസൂസ സ്ട്രീറ്റിലെ ഒരു പഴയ പള്ളിയിൽ അദ്ദേഹം ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ഈ കൂട്ടായ്മയിൽ ആളുകൾ വലിയ തോതിൽ അന്യഭാഷകൾ സംസാരിക്കുകയും രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ആവേശത്തോടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. അതൊരു ഉണർവായിരുന്നു. അപ്പോൾ ആ ഒരു ഉണർവ് അന്ന് ഒത്തിരി ധാരാളം ഭൂതങ്ങളൊക്കെ വിട്ടുപോകാനിടയായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും അറിയുകയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഉണർവിൽ പങ്കെടുക്കുവാൻ ലോസ് ഏഞ്ചൽസിലേക്ക് വരികയും ചെയ്തു. അതൊരു ഉണർവാണ്. അപ്പോൾ ഉണർവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ തോന്നത്തില്ല. അപ്പൊ നമ്മുടെ ചർച്ചിലൊക്കെ ഒരു ഉണർവ് വരികയാണെങ്കിൽ
വലിയൊരു ആത്മാവിന്റെ പകർച്ചയായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച അവിടെ വരും. വലിയൊരു സന്തോഷമായി ഈ ദൈവമക്കളിലെല്ലാം അങ്ങ് ദൈവം പകരും. അവർ അന്യഭാഷയിൽ സംസാരിക്കും, ഭൂതങ്ങളിൽ വിട്ടുപോകും, അപ്പം രോഗികൾ സുഖപ്പെടും. അങ്ങനെ കർത്താവ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, കർത്താവിന്റെ പ്രോമിസ് ദൈവമക്കൾക്കായിട്ടുള്ള എന്തെല്ലാം ഉണ്ട് അതെല്ലാം അവിടെ നടക്കും. പക്ഷെ അവിടെ നിന്ന് നമുക്ക് പോകാൻ തോന്നത്തില്ല. അതാണ് ഉണർവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഉണർവുള്ള ഒരു ആരാധന കൂട്ടായ്മയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോകാൻ തോന്നത്തില്ല. അതിന് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ മരിച്ച് നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ കർത്താവ് ചിലപ്പോൾ പറയും, നിന്റെ സമയമായിട്ടില്ല, നീ ഭൂമിയിലോട്ട് ഇനി തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പറ്റത്തില്ല. നമ്മൾ പരമാവധി കർത്താവിനോട് പറയും, കർത്താവ് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയും. കാരണം അതുപോലെയാണ് ഉണർവ്. നമ്മളൊരു ഉണർവിന്റെ ഒരു കൂട്ടായ്മയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് തിരിച്ച് പോകാൻ തോന്നത്തില്ല. അപ്പൊ അതുപോലെ ഒരു ഉണർവ് അക്കാലത്തുണ്ട്. പിന്നീട് ഈ ആളുകൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ പോയപ്പോൾ കണ്ടോ, പല രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നു ഒരു ഉണർവുണ്ടായപ്പോൾ. അസൂസ സ്ട്രീറ്റിൽ, അമേരിക്കയിലെ അസൂസ സ്ട്രീറ്റിൽ കണ്ട അതേ ആത്മീയ അനുഭവങ്ങൾ തങ്ങളുടെ സഭകളിലും പകരപ്പെട്ടു. അങ്ങനെ ഇവിടെ നിന്ന് ഈ ഉണർവ് പ്രാപിച്ചവര് മറ്റു രാജ്യങ്ങളിലും അവരുടെ സഭകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ സഭയിലും ഉണർവുണ്ടായി എന്ന്. അങ്ങനെ അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന പെന്തക്കോസ് തിരുനാൾ ദിവസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അസൂസ സ്ട്രീറ്റ് റിവൈവൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്ന ഈ ആത്മീയ മുന്നേറ്റം ഒരു വലിയ ക്രിസ്തീയ പ്രസ്ഥാനമായി വളർന്ന അത് പിന്നീട് പെന്തക്കോസ്ത് സഭകൾ അങ്ങനെ സ്ഥാപിക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച, പുതിയ ആരാധന രീതികളും ഓൺലൈൻ ആരാധനകൾ, ഈ സഭകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാം ഓൺലൈനിൽ കൂടെ മാത്രം കൂടി വരുന്ന ഈ സഭകൾ, വെർച്വൽ ഫെലോഷിപ്പുകൾ മുതലായവ വർത്തമാനകാലത്ത് ദൈവാനുഭവം കൂടുതൽ ആസ്വാദ്യമാക്കുന്നു. വിശ്വാസം അതിന്റെ ആഴത്തിലേക്കും വിശാലതയിലേക്കും പര്യവസാനിപ്പിക്കുന്ന ഈ കാലം ആത്മീയതയുടെ നവഭാവങ്ങളെ ഉൾക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യം മനുഷ്യന്റെ നിത്യജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മെ ദൈവത്തിന് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. അപ്പം ഇങ്ങനൊരു കൽപ്പന നമ്മളോട് പറയുമ്പോൾ സാധാരണ ഒരാൾ പറയും, ഞാൻ ബൈബിളിനോടൊന്നും കൂട്ടി എഴുതിയിട്ടില്ല. ഇതിന്റെ അക്ഷരാർത്ഥമാണെങ്കിൽ അങ്ങനെയാണ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊന്നും എഴുതാൻ പോകുന്നില്ല, ഞാൻ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, ആ ബൈബിളിനോട് ഞാനൊന്നും കൂട്ടി. പക്ഷെ ആ ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടുണ്ടാവത്തില്ല. എനിക്ക് പലരെയും അറിയാം, എൻ്റെ സുഹൃത്തുക്കളായിട്ട് പലരും ഉണ്ട്, വലിയ പണ്ഡിതന്മാരാണ്, വലിയ ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവരാണ്, അല്ലെങ്കിൽ വലിയ പ്രൊഫസർമാര്, വലിയ ഡോക്ടർമാർ, നല്ല ജോലിയൊക്കെ ഉള്ളവരാണ്. അവര് ലോകത്തുള്ള ഒട്ടനവധി പുസ്തകങ്ങൾ വായിച്ചുണ്ട് കൈക്കൊണ്ട് നടക്കും, അവരുടെ വീട്ടിൽ വലിയ പുസ്തക ശേഖരമുണ്ട്. പക്ഷേ ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം മാത്രം അത് ഒരു പ്രാവശ്യം പോലും അവർ വായിച്ചിട്ടുണ്ടാകത്തില്ല. അതാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെയായിരിക്കണം. ക്രിസ്ത്യാനികൾ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലില്ല, പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് പുതിയ നിയമമാണ് നമുക്ക് പ്രമാണിക്കേണ്ടത്. അപ്പോൾ പുതിയ നിയമത്തിലില്ലാത്ത ഒന്നും നമ്മൾ പ്രവർത്തിക്കുവാൻ ഇടവരരുത്.